താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മാച്ച് ബോക്സിലെ അമ്പുവും നിധിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. റോഷൻ. യെസ്. ഹലോ. ഹലോ ദൃശ്യ. അപ്പം കോഴിക്കോടായിരുന്നു ഒരു മാസം. എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച് ബോക്സ് ഷൂട്ട്? ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അഗൈൻ ലൈക്ക് ആനന്ദം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കൂട്ടം കൂട്ടുകാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആനന്ദത്തിലാർന്ന ഒരു. അതെ, തീർച്ചയായിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അഗൈൻ ലൈക്ക് ആ സെറ്റ് പോലെ തന്നെ ഏകദേശം എല്ലാവരും ഒരേ പ്രായക്കാരാണ്. പിന്നെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ അവരുടെ മേടൊക്കെ ആയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് കൂടി. നിങ്ങളെല്ലാം ഒതുക്കി തേച്ചു വിട്ടുമല്ലേ? ഉണ്ടായിരുന്നില്ല, എല്ലാം പാവം കുട്ടികളായിരുന്നു. പിന്നെ കോഴിക്കോടായതിന്റെ ഒരു രസം, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ആൾക്കാര്, മൊത്തത്തിൽ ഓടി നടന്നത്. എനിക്ക് ആ സിറ്റി അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ, നാട്ടിൻപുറത്തിന്റെ നന്മ നമുക്ക് അവിടെ പോകുമ്പോ തന്നെ അറിയാം. ഈവൻ ഒരു ദിവസം ഞാനും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ വന്നത്. അന്ന് ബസ്സിലായിരുന്നു ഷൂട്ടൊക്കെ. റോഷൻ ഇങ്ങനെ ബസ്സിലിങ്ങനെ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഒരു പ്രണയം നിറഞ്ഞ മനസ്സുകൊണ്ട് ഇങ്ങനെ സീറ്റിലോട്ട് എത്തി നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ദൃശ്യം കാണുമ്പോ നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല, ഒരു ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ കുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ +2 കഴിഞ്ഞുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴാണ്. ഞാൻ +2 കഴിഞ്ഞുള്ള ഒരു വലിയൊരു നഗ്നസത്യമാണ്. അല്ല, അപ്പൊ എന്താ ഏതെങ്കിലും ക്ലാസ്സിൽ ഇല്ല, തോറ്റിട്ടില്ല. സത്യമായിട്ടും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു പരാജയം ഏറ്റുവാങ്ങാന്നൊക്കെ പറയുന്നത് വലിയ അനുഭവങ്ങൾ അല്ലേ? നീ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട്. ദൃശ്യ ചേച്ചി തോറ്റു, പിന്നെ നമുക്ക് എന്താണെന്നൊക്കെ കുട്ടികൾ പറയും. അങ്ങനെ പറയുന്നത് ശരി. പക്ഷെ അത് വലിയ തെറ്റല്ല. പറഞ്ഞോളൂ, 5ാം ക്ലാസ്സിൽ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ തോറ്റു എന്ന് പറയാം. എന്ത് നല്ല മനസ്സാണ്. പക്ഷെ അതൊക്കെ പോട്ടെ, ദൃശ്യം ഒരു കിക്ക് ബോക്സർ ആണെന്ന് പറയുന്നത് ശരിയാണ്? ഓഹ്, അങ്ങനെയൊന്നും ഇല്ല. സംഭവം അത്രക്കൊന്നുമില്ല. എന്റെ അനിയൻ കുറച്ചെന്നല്ല, ഞാൻ എവിടെയും ഇപ്പൊ ഗെയിമിലൊന്നും കളിച്ചിട്ടില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അല്ല, പ്രൊമോഷണൽ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇവരെല്ലാം പറഞ്ഞു ശരിക്കും അത് ജസ്റ്റ് ഞാൻ വെറുതെ എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു. എന്നിട്ട് എത്ര ആളെ ഇടിച്ചിട്ടു? ആരും ഇടിച്ചു വിട്ടിട്ടൊന്നുമില്ല. ഞാൻ പറയുമ്പോ തന്നെ എല്ലാവരും അവിടെ വീണ് കിടക്കും. ഭയങ്കര 5ാം ക്ലാസ്സിലെ പിള്ളേര്. അനിയൻ 5ലാണ്. അപ്പൊ അവൻ ട്രെയിൻ ചെയ്യുന്ന പിള്ളേരെയാണ് ഇടിച്ചിടുന്നത്. ഇല്ല, അവനെ ട്രെയിൻ ചെയ്യുന്ന പിള്ളേരല്ല, അവന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഒപ്പം ഞാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വർക്ക്ഔട്ടും കിക്കിംഗ്, ബോക്സിംഗ്, സിമ്പിൾ. നിധിയുടെ അനുഭവങ്ങൾ എന്താണ്? നിധി അയ്യോ, നിധി എന്ന് പറയുമ്പോ ഒരു നിധിയാണല്ലേ? നിധി മാത്രല്ല, കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലായി ഞാൻ തീരെ മെച്ചുവേർഡല്ല, ഭയങ്കര കുട്ടിത്തം, ഭയങ്കര അങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നിന്ന് കൊടുത്ത് ജീവിച്ചാ മതി ആ സിനിമയില്. അല്ല ചേച്ചി, ഞാൻ പറയട്ടെ, നിധി എന്ന് പറയുന്നത് ഭയങ്കര മെച്ചുവേർഡാണ്, ഭയങ്കര സ്റ്റുഡിയസ് ആണ്, ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അത് ശരി. അപ്പോ എന്നെ ഒന്ന് പിടിച്ചെടുക്കാൻ കുറച്ച്, പക്ഷെ കാണുമ്പോൾ അത്ര ചാലഞ്ചിങ് ആയി ഫീൽ ചെയ്യില്ല. പക്ഷെ എനിക്ക് കുറച്ച് ഇതായിരുന്നു, കാരണം എന്റെ ക്യാരക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പല സമയത്തും അമ്പുവിന്റെ ക്യാരക്ടറിനെക്കാളും കുറച്ചും കൂടെ മെച്ചുവർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിധിയാണ്. അപ്പോ ലൈഫിൽ അങ്ങനെയല്ലല്ലോ. അല്ല, മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ സ്നേഹബന്ധങ്ങളുടെ ഒരു ബോക്സാണ്. ഒരു ശരിക്കും കുറേ സുഹൃത്തുക്കളും മനുഷ്യനിൽ നന്മ പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം. എങ്ങനെ ഉണ്ടായിരുന്നു കോഴിക്കോട് ആ ആൾക്കാരും ഷൂട്ടും ഒക്കെ, ആ ഒരു ക്രൗഡ്, നിങ്ങളുടെ ഗ്രൂപ്പ്? ഞങ്ങൾക്ക് ബേസിക്കലി നിഖിലും കെന്നിയും ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് 2 പേര്. അപ്പൊ അവര് പക്ക കോഴിക്കോടുകാർ പിള്ളേരാണ്. അപ്പൊ അവര് കുഞ്ഞിലേ മുതൽ അവിടെ ജനിച്ചു വളർന്നവർ, കോളേജിന് വേണ്ടി മാത്രം കോയമ്പത്തൂർ പോയവരാണ്. അപ്പൊ അവർക്ക് കോഴിക്കോടിലെ ആൾക്കാരെ നല്ലപോലെ അറിയാം, അതില് ആ പൾസ് നല്ലപോലെ അറിയാം, അവരുടെ ഉള്ളിലെ നന്മ നല്ലപോലെ അറിയാം. അപ്പൊ അവരുടെ ലൈഫിൽ അവർ പലയിടത്ത് വെച്ച് കണ്ടിട്ടുള്ള, ഇപ്പോഴും അവരുടെ ലൈഫിന്റെ വലിയൊരു ഭാഗമായിട്ടുള്ള കുറെ ആൾക്കാരെ ബേസ് ചെയ്താണ് ഇതിന്റെ കുറെ സറൗണ്ടിങ് ക്യാരക്ടേഴ്സിനെ എഴുതിയേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഒരു കോയാക്കാന്റെ സോഡാക്കുപ്പി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, ഒരു ചെറിയ ചായക്കട. അപ്പൊ അവിടെ ഇരിക്കുന്ന കോയാക്ക ഇവരുടെ ലൈഫിലുള്ള ഒരാളാണ്. ആ ഒരാളെയാണ് ഈ കഥയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ പലയിടത്തും ഇവര് കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള പക്ക കോഴിക്കോട്ടുകാരെ കഥയിലേക്ക് കൊണ്ടുവരുന്നത് കാരണം ശരിക്കും ആ
കോഴിക്കോട് എന്ന സിറ്റിയിൽ നമ്മൾ കാണുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന ആ നന്മയൊക്കെ കുറെ സ്ഥലങ്ങളിൽ കഥയിൽ ഈ ക്യാരക്ടേഴ്സിനുള്ളിലൂടെ വന്നിട്ടുണ്ട്. കോയക്കന്റെ കടയിൽ വെച്ചാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. അത് തന്നെ, ആ ഒരു ആൽമരത്തിന്റെ ചോട്ടിലുള്ള അതായിരുന്നു കോയക്കാന്റെ സോഡ കുപ്പി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം നിഖിലിന്റെ കന്നിയുടെ അവിടെ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു, ഷൂട്ട് തുടങ്ങുന്നതിനൊക്കെ മുമ്പ്. എന്നിട്ട് അവിടുന്ന് തിരിച്ച് കൊച്ചിക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഭാഗത്തു നിന്ന് ഇറങ്ങി ഹൈവേ വരെ എത്താനുള്ള വഴി വലിയ പിടിയില്ല. മാപ്പ് ഇട്ടു. അപ്പോൾ ഒരു ചെറിയ പഴയ പാലത്തിലേക്കാണ് മാപ്പ് എന്നെ കൊണ്ടുപോയത്. അതിൽ ഒരു 1 ലൈൻ വണ്ടിയെ പോകത്തുള്ളൂ. എൻ്റെ വണ്ടി കയറി പാലത്തിൻ്റെ പകുതി വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എതിരെ ബസ്സും കുറേ വണ്ടികൾ വന്നിട്ട് സ്റ്റക്കായി. അപ്പോൾ എൻ്റെ ബാക്കിൽ നിറച്ച് വണ്ടികളുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടാണ്. പാലത്തിൻ്റെ 2 സൈഡിലും മറ്റേ ഇരുമ്പിൻ്റെ കമ്പികൾ, ഇത്തിരി പോലും സൈഡിലേക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ബസ്സിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് എൻ്റെ ബാക്കിലുള്ള വണ്ടികളിൽ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ഓരോരോ വണ്ടിയായിട്ട് മാറ്റി. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഡയറക്ഷൻസ് തന്നുകൊണ്ടിരുന്നു, പുറകിലേക്ക് വാ. എന്നിട്ട് ബസ്സിനെ കയറ്റി വിട്ടു. ബസ് ഇയാൾക്ക് വേണ്ടി നിർത്താണ്ട് അങ്ങ് പോയി. കാരണം ഇയാൾ ഇങ്ങനെ ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം അയാൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് മോൻ അങ്ങോട്ടാ കൊച്ചിക്ക്. അപ്പോൾ പിന്നെ നീ എന്തിനാ ഈ വഴി വന്നത്, നിനക്ക് അപ്പുറത്തുള്ള വഴി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വന്തം ഏതോ ആളെ പോലെ. ഞാൻ കേട്ടിട്ടുണ്ട് കോഴിക്കോട് ഒരുപാട് നല്ല ആൾക്കാരുള്ള സ്ഥലം. ഈ ഓട്ടോക്കാരൊക്കെ ചിലപ്പോൾ ചില്ലറയ്ക്ക് വേണ്ടി 50 പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ആ കടയിൽ പോയി ചില്ലറ മാറി നമ്മുടെ കയ്യിൽ. ശരിക്കും ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അവിടുത്തെ ആൾക്കാർ. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര നല്ല ആൾക്കാരാണ്. നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഇപ്പം ആനന്ദം എന്ന സിനിമ, അത് കഴിഞ്ഞ ഒരു സിനിമ ഇറങ്ങി, ദൃശ്യം, അതുപോലെ ഹാപ്പി വെഡിങ്. അപ്പം ആൾക്കാർക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളം അവിടെ ആൾക്കാർ എങ്ങനെയായിരുന്നു ആ ഒരു റെസ്പോൺസ്? എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനും വിശാഖം ഉണ്ടല്ലോ ഈ സിനിമയ്ക്കകത്ത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആനന്ദത്തിലെ കുപ്പി. അതെ, ആനന്ദത്തിലെ കുപ്പി. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ഇതിൽ വേറൊരു ലുക്കൊക്കെ ആണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ പലർക്കും പെട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആനന്ദം കൂടുതൽ വർക്ക് ചെയ്ത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ എന്നെയും വിശാഖിനും ഒരുമിച്ച് കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. അല്ലാണ്ട് ഇപ്പം കുറച്ച് മുതിർന്ന ഒരാൾക്കാരാണെങ്കിൽ അങ്ങനെ ഒത്തിരി പേർക്കൊന്നും കണ്ടാൽ മനസ്സിലാവുന്നില്ല. അപ്പം നമ്മുടെ ഈ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിൽ ഇറങ്ങി നടക്കുന്നു, കടകളിൽ പോകുന്നു, അത് ഇത് വളരെ ആ നാടുമായിട്ട് ജെല്ലായി. അപ്പം അങ്ങനെ അതിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ ഞങ്ങൾ ആർക്കും ഇല്ലായിരുന്നത് കൊണ്ട് അത് ആക്ച്വലി ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നമ്മളിപ്പോൾ ഒരിടത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ അവിടെ 10 ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഒരു 5 പേർക്ക് നമ്മളെ മനസ്സിലാവത്തുള്ളൂ. അപ്പം അവർ മാത്രം ഒന്ന് ചേട്ടാ ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതി. വലിയൊരു സ്റ്റാർ എന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അത്ര ഈസി ആയിട്ട് പറ്റില്ല. എന്നെന്ന് പറഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടി എങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ച് തടിച്ചിട്ടായിരിക്കുക. ശരിക്കും ഞാൻ കുറച്ച് അപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഹാപ്പി വെഡിങ്ങിൽ ഇതാണോ മെലിഞ്ഞൂലോ, അതിൽ കാണുമ്പോൾ എന്താ ഭയങ്കര വലിപ്പം എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കറിയില്ല ടെക്നിക്കൽ ഫാറ്റ്. അതുകൊണ്ട് കുറെ പേർക്ക് അധികം മനസ്സിലാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ദൃശ്യ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഭക്ഷണമൊക്കെ എങ്ങനെ? ഈ കിക്ക് ബോക്സിംഗ് ഉണ്ട്, അപ്പൊ ഭക്ഷണം നിറച്ചും കഴിക്കുമോ അതോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നോർമൽ ഫുഡ് കഴിക്കുന്നവരൊക്കെ തന്നെ. കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് സിനിമയിലൊക്കെ വന്നതിന് ശേഷം? ഫ്രണ്ട്സൊക്കെ ഈ താരം ഞങ്ങളുടെ അടുത്ത അയ്യോ കുറെ മസ്കറ്റിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ 7th വരെ മസ്കറ്റിലായിരുന്നു. അപ്പോൾ കുറെ ഫുൾ ആരുമായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല. അപ്പോൾ അവിടുന്നൊക്കെ നമ്പറൊക്കെ തപ്പി ആൾക്കാർ എന്നെ വിളിക്കുന്നു. ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത കോണ്ടാക്ട്സ് ഒക്കെ വരുന്നു, വിളിക്കുന്നു. അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. റോഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ട്, എന്താ പറയേണ്ടത്, ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ട്. എത്രത്തോളം സിനിമ സെക്യൂർഡാണ്? എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? ഞാൻ ഇപ്പം പേഴ്സണലി ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് സിനിമ. കാരണം ഞാനൊരു 6 കൊല്ലമായിട്ട് നാടകങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 6 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പഠിച്ചിട്ടുള്ളത് മുഴുവൻ അതിൽ നിന്നാണ്, സ്റ്റേജിൽ നിന്നും ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ സാധനങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ റൂൾസ് മുഴുവൻ ഡിഫറെൻ്റ് ആണല്ലോ. നാടകം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു ഷോ ആണ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓഡിയൻസ് അവിടെ ഉണ്ട്, നമ്മൾ സ്റ്റേജിലാണ്, ലൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഫ്ലോയിൽ ആ ഫുൾ കഥ അങ്ങ് നമ്മൾ ചെയ്ത് തീർക്കുക. ഇവിടെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ്, പല ഭാഗങ്ങൾ പല സമയത്താണ്. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ എതിരെയുള്ള ക്യാരക്ടർ ഉണ്ടാവില്ല, പകരം ഒരു ക്യാമറ ആയിരിക്കും. അപ്പോൾ ഈ റൂൾസ് ഒക്കെ വെച്ചിട്ട് ഈ അറിയാവുന്ന സാധനം തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റിങ്, ഒരു ഗെയിം പോലെയാണ്. അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ സട്ടിലായിട്ട് ചെയ്യാൻ വേണം, ബിഹേവ് ചെയ്താൽ. അതെ. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. കാരണം നമുക്ക് അറിയാവുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് മാറ്റി ക്യാമറയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറിങ് ഔട്ട് പ്രോസസ്സിലാണ് ഇപ്പോഴും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു സീന്, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, അമ്പൂര് നോക്കി ഇങ്ങനെ ഒന്ന് ചിരിച്ചാൽ മതി, പക്ഷെ അമ്പ് അവിടെ ഇല്ലാണ്ട് ആ ചിരി വരില്ല. അപ്പോൾ ഒരാളവിടെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച ഒരു വടിയൊക്കെ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ അങ്ങനെ കുറേ
ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് രണ്ട് സീൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഇവള് ഫ്രെയിമിലില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഫ്രെയിമിലില്ലായിരിക്കും, പക്ഷെ നിന്ന് കൊടുക്കും മറ്റേ ആൾക്ക് കുറച്ചൊന്ന് ഈസി ആവാൻ. നമ്മൾ പിക്ചറൈസ് ചെയ്ത് ചെയ്യണം. അതെ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല, പറ്റുമെങ്കിൽ. ഹാപ്പി വെഡിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്യാപ്പായി. എന്തായിരുന്നു പിന്നെ? അത് കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അഭിനയം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ദൃശ്യ അഭിനയിക്കില്ല എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ഞാൻ കേട്ടത്. ഇല്ല, ഞാൻ പറഞ്ഞ ദൃശ്യം മറ്റേ 12ാം ക്ലാസ് പാസ്സാവാൻ വേണ്ടിട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. പണ്ടൊന്നും തോറ്റിട്ടുള്ളതുകൊണ്ടേ ഭയങ്കരമായ രാത്രി രാവിലെ ട്യൂഷൻസ് ഒക്കെ ആയിട്ട് കിക്ക് ബോക്സിലാണ്, വെറുതെ വേണ്ട. അല്ല അങ്ങനെയല്ല, അത് കുറെ റൂമേഴ്സ് ഉണ്ട്. ഞാൻ അഭിനയം ഫുൾ നിർത്തി. ഞാൻ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ദൃശ്യ ഗൾഫിലൊക്കെ പോയി എന്ന് പറഞ്ഞല്ലോ, ഇതെന്താ ഇവിടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെ. ഞാൻ പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് +2 കഴിഞ്ഞിട്ടാവും ചെയ്യുക, എക്സാം കുറച്ച് സ്റ്റഡീസിൽ കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മാച്ച് ബോക്സ് നല്ലൊരു എൻട്രി. അയ്യോ ശരിക്കും സുരേഷ് കുമാർ, ആ രേവതി കലാമന്ദിർ എന്ന് പറയുന്ന ആ ബാനറാണ് അടിപൊളിയല്ലേ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ദൃശ്യക്കുട്ടിയെ ഒന്ന് ഡാൻസ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പാടിക്കൊടുക്കാം? ഏതെങ്കിലും കൂതറ ഹിന്ദി പാട്ടോ തമിഴ് പാട്ടോ ആണെങ്കിൽ ദൃശ്യം നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു കൂതറ രണ്ടുപേരും പെട്ടെന്ന് പാടിക്കും. അയ്യോ പക്ഷെ ഞാൻ ചേട്ടൻ സൂപ്പർ ആയിട്ട് പാടും സത്യമായിട്ടും. സെറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ട് പാടി മനുഷ്യന്മാരൊക്കെ വെറുപ്പിക്കായിരുന്നു. നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും എന്താണ് നമ്മളെയും കൂടെ. അയ്യോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്റെ കൂട്ടുകാരൊക്കെ എന്റെ 1-2 ഇന്റർവ്യൂസ് കണ്ടിട്ട് എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇനി മേലാ നീ പാട്ട് പാട്ടരുത്. ഋഷിപ്പ് ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എറണാകുളത്ത് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ മാഷിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ചെന്നിട്ട് ദൃശ്യം എടുത്ത് ദൃശ്യം ഒന്ന് ചെയ്ത് കാണിച്ചേ. ദൃശ്യ ഇനി വീണ്ടും ഒരു അവസരം വേണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ. ഞാൻ യങ്സ്റ്റേഴ്സ് യുനോ, അതായത് ഇപ്പം മാഗി ബാൻ ചെയ്ത സമയത്ത് എല്ലാ പെൺകുട്ടികളും മോസ്റ്റ് ഓഫ് ദി മെജോറിറ്റി കരഞ്ഞു എന്ന് പറയുന്നു. കാര്യം അവരും കൂടുതലും അവർക്ക് ആ കുക്കിങ് അറിയുള്ളൂ. ദൃശ്യം സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ? ഞാൻ കുക്ക് ചെയ്യും, സാമ്പാർ വെക്കണമെങ്കിൽ, പക്ഷെ അവസാനം സാമ്പാർ ഇരിക്കില്ല, വേറെ എന്തെങ്കിലും ആവും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും സത്യം പറയാം. ഇത് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇവളോട് ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല സത്യമായിട്ടും സാമ്പാർ ഉണ്ടാക്കിയാൽ അത് എന്താവും കുട്ടി? എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ വല്ല സബോളക്കറി ഒക്കെ മാറുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ കുറുമയൊക്കെ അറിയില്ല എനിക്ക്. ലൈക്ക് ഇപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഇരിക്കുന്ന കണ്ടാ, ഇപ്പൊ യോഗട്ട് എടുക്കുന്ന കണ്ടാ ഞാൻ ഒഴിച്ചു വെക്കും. യോഗട്ട് എടുത്ത് കറിയിൽ ഒഴിക്കും. നല്ല ടേസ്റ്റ് സത്യമായിട്ട്. ചിക്കൻ ട്രൈ ചെയ്തു, അടിപൊളിയാ. ചിക്കൻ അടിപൊളിയാണ് സത്യം. ഞാൻ ഭയങ്കര എന്റെ അച്ഛൻ ഷെഫാണ്. എന്റെ അച്ഛൻ ജപ്പാനീസ് ടെപ്പിനിയാക്കിയോ ഷെഫാണ്. ജപ്പാനീസ് ടെപ്പിനിയാക്കിയോ ഷെഫ്. അതാണോ ഇപ്പൊ യോഗട്ടൊക്കെ എടുത്ത് ഇട്ടു എന്ന് പറഞ്ഞത്? ഇല്ല അങ്ങനെയല്ല. അപ്പൊ അച്ഛൻ ഭയങ്കര കഴിവുള്ള മനുഷ്യനായതുകൊണ്ട് കുറച്ച് കഴിവ് എനിക്കും തന്നു. ഓക്കെ, ഒരു ദിവസം ചേച്ചിക്ക് വേണ്ടി കുക്ക് ചെയ്യാം. എനിക്ക് വേണ്ടി പറയാനുള്ള പേടിയുണ്ട്. അടിപൊളിയാണ് ചേച്ചി, അടിപൊളിയാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം തൃശ്ശൂർ വരുന്നുണ്ട്. ഡോക്ടർ അടുത്ത് ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് പറ്റിയാലും 108 വിളിച്ചാൽ വേഗം വരും. ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അല്ല അവിടെ 108 വിളിച്ചാൽ വേഗം വരുമല്ലോ അല്ലേ? കാര്യം പെട്ടെന്ന് ചേച്ചിയുടെ ഫ്രണ്ട്സ് ആരെല്ലാം നമ്മളെപ്പോഴും ഒരു സിനിമ കഴിഞ്ഞാൽ അതേപോലെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രമോഷണൽ ഷൂട്ട്. ബിക്കോസ് അതിലെ എന്താ പറയുക ക്രീം ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ശിവേട്ടനൊക്കെ ഷൂട്ട് ഭയങ്കര ടെൻഷനും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ ആള് ഫുൾ ജോളിയായിട്ട്, എന്റെക്കാളും കുട്ടിയാണ് ആള്. ഫുൾ ആക്ഷൻസ് അങ്ങൊക്കെ ലൈക്ക് അന്താക്ഷരിയും ദംഷിറാസ് ഒക്കെ കളിക്കുമ്പോ അയ്യോ എന്ത് ഇന്നസെന്റാ. പ്രത്യേകിച്ചും ശിവരാമോനി കുറച്ച് മെച്ചൂർഡായി സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അധികം സംസാരിക്കില്ല നമുക്ക് തോന്നും. പക്ഷെ ചേച്ചി അപ്പൊ വരണായിരുന്നു, പ്രൊമോഷന്റെ അതിൽ വരണായിരുന്നു. അപ്പൊ ചേച്ചി ഒരിക്കലും അങ്ങനെ പറയില്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ എടുക്കുന്ന ഒരാളാണ് മേക്കിങ്ങിന്റെ ടൈമില്. പിന്നെ ഭയങ്കര ഇപ്പൊ ശിവൻ 15ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ്. അന്ന് മുതല് ഈ പോയിന്റ് വരെ ശിവൻ നിർത്തിയിട്ടേ ഇല്ല. ഇറ്റ്സ് ബീൻ കോൺസ്റ്റന്റ്ലി ഒന്നെങ്കിൽ മേക്കിംഗ് മൂവീസ്, അല്ലെങ്കിൽ എഡിറ്റിംഗ്, അല്ലെങ്കിൽ ഡൂയിങ് ക്യാമറ വർക്ക്. അപ്പൊ അങ്ങനെ ഇതിന് തന്നെ വർക്ക് ചെയ്ത് ഫൈനലി ഒരു ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കിനും
എല്ലാ രീതിയിലും ഉറക്കമില്ല ശിവന്. സത്യം അല്ല, എനിക്ക് ശിവനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈസ് ആൻ അഡോറബിൾ പേഴ്സൺ. കാര്യം ഒരു സിനിമ ദേശീയ അവാർഡ് കിട്ടി, ബട്ട് അതുപോലും ഒരു പബ്ലിസിറ്റിയുടെ പുറകെ പോവാതെ ഒരു വർക്ക് കഴിയുമ്പോൾ അടുത്ത വർക്കിലോട്ടുള്ള യാത്രയാണ്. വെരി പ്രൊഫഷണൽ. ഈവൻ ഞങ്ങൾ ഈ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ കോളേജ് വിസിറ്റ്സിനൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പം കോളേജസിൽ ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി ശിവറാം മോനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ശിവന് മൈക്ക് കൊടുക്കുമ്പം ശിവൻ എന്നെ പറ്റി തന്നെ ഞാൻ പറയാമെന്ന് പറയുമ്പോൾ ശിവൻ ഒരിക്കലും ഞാൻ എന്റെ വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റെക്കഗ്നിഷൻ ഒരിക്കലും പറയില്ല. അതിപ്പം എനിക്കറിയാമോ, ഒബ്വിയസ്ലി ജെന്വൻലി മോഡസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ശിവൻ ഇത് സംഭവിച്ചിട്ടേ ഇല്ലാത്തതുപോലെ പറയും, ഞാൻ ആരുമില്ല. അപ്പൊ ഇപ്പം ലൈക്ക് ഇറ്റ്സ് കം ടു എ പോയിന്റ് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ വിശാഖ് ഞങ്ങൾ മൈക്ക് എടുത്തിട്ട് പറയും, കാരണം ആൾക്കാരെ അറിയണമല്ലോ. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ഷോട്ടിന് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഹാപ്പി വെഡിങ് കഴിഞ്ഞ് കുറച്ച് ഹാപ്പി വെഡിങ്ങിൽ അറിയാം എനിക്ക് അത്ര ചെയ്യാനൊന്നുമില്ല, കൂടി പോയി ഒരു 15-20 മിനിറ്റ്സ്. പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണല്ലോ. പിന്നെ ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ചെയ്യാനുണ്ട്, കുറച്ചുകൂടി പ്രൊഫഷണലും ആയിട്ടും കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ ശിവേട്ടൻ ആ ഒരു ആക്ഷൻ പറയുന്ന രീതി നല്ല രസമാണ്. ഫുൾ ആക്ഷൻ, നമ്മള് കംഫർട്ടിലാണ്, ഭയങ്കര കംഫർട്ടബിൾ ആവും. ചിരിച്ചിട്ട് ആക്ഷൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല രസം. അപ്പൊ ആളുടെ ആഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോളേജിലോട്ട് തിരിച്ചൊരു യാത്ര എത്രത്തോളം ക്യാമ്പസിൽ ആനന്ദം അവരെ റിലേറ്റ് ചെയ്തു? ഒരുപാട്. നമ്മള് ആനന്ദത്തിന്റെ ഒരു സമയത്ത് ഞങ്ങൾ ഒരുപാട് കോളേജ് വിസിറ്റ്സ് നടത്തിയായിരുന്നല്ലോ. അപ്പൊ ആദ്യമൊക്കെ വിനീതേട്ടൻ കൂടെ വരുമായിരുന്നു. എന്നിട്ട് വിനീതേട്ടനാണ് നമ്മളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വിനീത് ശ്രീനിവാസൻ നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്, കൂടെ കുറച്ച് പിള്ളേരും ഉണ്ട്. പിന്നെ പതുക്കെ പടം റിലീസ് ആവാറായ ഒരു സമയം മുതൽ റിലീസായ ഒരു ആദ്യത്തെ 1-2 ആഴ്ചയിൽ ഞങ്ങൾ പോയ കോളേജ് വിസിറ്റ്സിൽ വിനീത് ശ്രീനിവാസൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആനന്ദത്തിന്റെ ക്രൂവിനെ കാണാം എന്നുള്ളൊരു പോയിന്റിലെത്തി. അപ്പൊ ഇപ്പൊ തിരിച്ചൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഭയങ്കരമാണ് അവർക്കിപ്പോഴും ആ ഒരു, കാരണം ആനന്ദം കഴിഞ്ഞിട്ടൊരു ഫുള്ളി കോളേജ് ഫിലിം എന്ന് പറയുന്ന സാധനം മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുമില്ല, വല്ലപ്പോഴും വരുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ അവർക്ക് ഇപ്പോഴും നമ്മളെ കാണുമ്പോഴത്തേക്കിനും ആ ഒരു സ്നേഹം തന്നെയുണ്ട്. അപ്പൊ വിശാഖ് ഞാനും ഒക്കെ പറയുന്നത്, നിങ്ങൾ ആനന്ദം കണ്ട് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മാച്ച് ബോക്സും പോയി കാണണം. കാരണം ഇതും ആ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഒരു കഥയാണല്ലോ. ഇപ്പൊ ബികോമിന് പഠിക്കുന്ന ആളാണ് അമ്പു, നിധി MA-ക്ക് പഠിക്കുകയാണ്. അപ്പൊ എല്ലാം കോളേജ് സ്റ്റുഡൻസ് തന്നെയാണ്. അമ്പുവും പാണ്ഡി എന്ന് പറയുന്ന വിശാഖ് ചെയ്യുന്ന, അപ്പൊ അമ്പുവും പാണ്ഡി ഒരുമിച്ച് പഠിക്കുന്നവരാണ്. പിന്നെ 2 പേരും കൂടെ ഉണ്ട് ഗ്യാങ്ങിൽ. അവരും ജസ്റ്റ് കോളേജ് കഴിഞ്ഞ് അടുത്തത് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നു. അമ്പുവിന് എല്ലാ സപ്പോർട്ടും തരുന്ന അപ്പു എന്ന് പറയുന്ന ബ്രദറും ഉണ്ട്. അപ്പു എന്ന് പറഞ്ഞ ബ്രദർ ഉണ്ട്. പിന്നെ അമ്പുവിന്റെ കൂട്ടുകാരും 3 പേരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ വക്കൻ, കാക്ക, പാണ്ഡി, ഇവര് 3 പേരാണ് അമ്പുവിന്റെ കൂട്ടുകാർ. ഇവന് ലൈഫിൽ ആദ്യമായിട്ടൊരു പ്രണയം ഉണ്ടാവുകയാണ്. അതാണ് ബേസിക്കലി സിനിമയുടെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു സംഭവം പ്ലോട്ട് തുടങ്ങുന്ന അവിടെയാണ്. അമ്പൂന് പ്രണവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് ഇവന്മാര് 3 പേരും പാടാൻ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാം, ഇത് ഇപ്പൊ സെറ്റാക്കി തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിറങ്ങുന്നവർ. ഏറ്റെടുത്ത് ചെയ്യുന്ന അതാണ് നാട്ടിൻപുറത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു വീട്ടിലൊരു വിശേഷം വന്നാൽ പോലും എല്ലാവരും ഒന്നിക്കും. ആ ഒരു ഒന്നിക്കും എന്ന് പറയുന്നത് ചിലപ്പോൾ സംഭവിക്കാം, പക്ഷെ ആ ഒരു മനസ്സ് നൽകി അത് ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. ഇവര് 4 പേരും അവരുടെ ചെറിയ ജീവിതം, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ കുടുംബം, അവരുടെ ക്രിക്കറ്റ് കളി, ഇതൊക്കെയായിരുന്നു അവരുടെ ലൈഫ്. അമ്പു എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും ഒരു പ്രണയം ഉണ്ടായിട്ടുമില്ല, അങ്ങനെ പ്രണയം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. റിയൽ ലൈഫിൽ അങ്ങനെയല്ലോ. റിയൽ ലൈഫിൽ അങ്ങനല്ല. നമുക്ക് ആ പ്രണയം പറയാറായില്ലേ? എനിക്കറിയാം അതെ, എപ്പോഴും ഉണ്ടല്ലോ കാറ്റ് തിരിച്ചും വീശും എന്നുള്ളതിന് വലിയൊരു തെളിവാണിത്. ഇല്ല, അങ്ങനെ പറയാനൊന്നുമില്ലല്ലോ. അതെ, ഒരു ചെറിയ സത്യം അതാകും നമ്മളെ ക്വൈറ്റ് നാച്ചുറൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനാണ് ആൾക്കാർക്ക് സംശയമാവുന്നത്.